ബെത്ലഹേം TV പ്രേക്ഷകരെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളും നവകുടുംബങ്ങളും അഭിമുഖീകരിക്കുന്ന ധാർമ്മിക വെല്ലുവിളികളിലേക്ക് സത്യത്തിന്റെ വെളിച്ചം ചൊരിയുന്ന ഒരു പുതുപുത്തൻ പ്രോഗ്രാം ലെറ്റ്സ് വെരിറ്റാസ്. അപ്പൊ നമ്മൾ പ്രൊക്രിയേഷന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഈ വിവാഹം കഴിച്ചവർ പോലും ഒന്നിച്ചിരുന്ന് ഈ പോർണോഗ്രാഫി ആസ്വദിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പോർണോഗ്രാഫി എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. മനുഷ്യന്റെ വംശം ആരംഭിച്ച കാലം തൊട്ട് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാചീന ഇന്ത്യയിൽ ഈ ഖജുരാഹോയിൽ അവിടെയുള്ള ശില്പങ്ങളിൽ അവിടെയുള്ള ഈ കൊത്തുപണികളിലൊക്കെ ഈ ലൈംഗികതയുടെ ആ അതിപ്രസരം അതിനെ വളരെ ഇതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ മാത്രമല്ല, ഈജിപ്തിൽ, ഈവൻ ഗ്രീക്കിൽ, അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ എല്ലായിടത്തും ഇതുണ്ട്. മനുഷ്യൻ്റെ നഗ്നത അതിൽ തന്നെ പാപമൊന്നുമല്ല. അതെങ്ങനെയാണ് പാപമാവുന്നു? നഗ്നത, പുരുഷന്റെ നഗ്നത സ്ത്രീയെയും സ്ത്രീയുടെ നഗ്നത പുരുഷനെ ശാരീരികമായിട്ട് ആകർഷിപ്പിക്കുന്ന സംഗതിയാണ്. അതിന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഈ നഗ്നത മറച്ചത്? അതിൻ്റെ പുറകിലാണ് ഈ പോർണോഗ്രാഫിയെ സംബന്ധിക്കുന്ന ഒരു വലിയ ശാശ്വത സത്യം അടങ്ങിയിരിക്കുന്നത്. ബൈബിളിൽ ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിൽ ഒരു ചെറിയ പരാമർശമുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം 3:11 ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയും ധരിപ്പിച്ചു. ആദവും ഹവ്വായും ഭാര്യ ഭർത്താക്കന്മാരോ അല്ലേ? ഭാര്യ ഭർത്താവിൻ്റെ നഗ്നത കണ്ടു എന്ന് വിചാരിച്ചോ, ഭർത്താവ് ഭാര്യയുടെ നഗ്നത കണ്ടു എന്ന് വിചാരിച്ചോ തെറ്റുണ്ടോ? ഇല്ല, അത് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷെ എന്നിട്ടും ദൈവം പരസ്പരം ഇവരുടെ നഗ്നത മറച്ചു. ആദ്യം നഗ്നത മറച്ചു. അറിയാമല്ലോ, ആദ്യം ഇവര് പാപം ചെയ്തു തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. ആ നഗ്നത അവർക്ക് പ്രശ്നം ഉണ്ടാക്കി. അതുവരെ അവർക്ക് കുഴപ്പമില്ലായിരുന്നു. അവർക്ക് കൃപ നഷ്ടപ്പെട്ടപ്പോഴാണ് അവരുടെ നഗ്നത അവർക്ക് പ്രശ്നമായിട്ട് മാറിയത്. ആ പ്രശ്നം വന്നപാടെ അവർ അത്തിയിലകൾ കൂട്ടി തുന്നി അരക്കച്ച ഉണ്ടാക്കി ധരിച്ചു എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം അരയായിരുന്നു അവർക്ക് പ്രശ്നം. ആ അര മൂടാനായിട്ട് അവർ അത്തിമരത്തിന്റെ ഇല പറിച്ച് കൂട്ടി തുന്നി അരക്കച്ച ഉണ്ടാക്കി. നമ്മൾ ഇന്ന് ധരിക്കുന്ന അണ്ടർവെയർ അത് തന്നെയാണ് അവർ ധരിച്ച അരക്കച്ച, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഈ അണ്ടർവെയർ മാത്രം ധരിച്ച് നടന്നാൽ പോരാ എന്ന് ദൈവം തീരുമാനിച്ചു. തുടർന്ന് അങ്ങോട്ട് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നു, ഇവരെ പർദീസയ്ക്ക് പുറത്താക്കി. പിന്നീട് ദൈവം ചെയ്ത ആദ്യത്തെ കാര്യം തോലുരിഞ്ഞ്, അതായത് ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി, ദൈവം തന്നെ ഉണ്ടാക്കി. എന്നിട്ടോ അത് തൻ്റെ മക്കളെ, ആദ്യത്തെ മാതാപിതാക്കളായ ആദ്യത്തെ ഹവ്വായെയും, ഭാര്യ ഭർത്താക്കന്മാരാ, ദമ്പതികളാ, അവരെ അങ്ങ് ഉടുപ്പിച്ചു. ഭർത്താവിൻ്റെ നഗ്നത ഭാര്യയിൽ നിന്നും ഭാര്യയുടെ നഗ്നത ഭർത്താവിൽ നിന്നും മറിച്ചു. എന്തുകൊണ്ടായിരിക്കും? ഈ നഗ്നതയ്ക്കൊരു പ്രശ്നമുണ്ട്. അതിങ്ങനെ 24 മണിക്കൂർ അത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനോടുള്ള ഒരു താല്പര്യം കുറയും. ഇതാണ് പോർണോഗ്രാഫി കാണുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ദുരന്തം. ഇതാണ് തുടർച്ചയായിട്ട് ഈ പോൺ വീഡിയോകൾ കാണുന്ന ഒരു വ്യക്തിയിൽ സ്വന്തം ഭാര്യയുടെ നഗ്നത പോലും അവനൊന്നും അല്ലാണ്ടായിട്ട് മാറും. അപ്പം ഭാര്യയോട് ആ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വ്യക്തി അകലാൻ തുടങ്ങും. കാരണം ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഡോപ്പമിൻ, ആ ഉത്തേജനം, നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലഷർ കെമിക്കൽ ഉണ്ട്, ഡോപ്പമിൻ എന്ന് പറയും. ഈ ഡോപ്പമിൻ തലച്ചോറിൻ്റെ പ്ലഷർ ഏരിയയായി ഇങ്ങനെ ഉത്തേജിപ്പിക്കാൻ തുടങ്ങും തുടർച്ചയായിട്ട്. ഈ ഉത്തേജനം കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ ഈ ഡോപ്പമിന് ഒരു പ്രത്യേകത. ഡോപ്പമിൻ എപ്പോഴും നോവൽറ്റി, പുതുമ തേടിപ്പോ. അപ്പോൾ ഒരു വ്യക്തിയുടെ നഗ്നത കണ്ടാൽ പോരാ, വേറൊരാളുടെ കാണണം, അടുത്ത ആളുടെ കാണണം, ഈ പുതുമ തേടിപ്പോകുന്ന പ്രത്യേകത ഡോപ്പമിനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഒടുക്കത്തെ അവസാനം. അപ്പം ദൈവം ഭാര്യയുടെ നഗ്നത ഭർത്താവിൽ നിന്ന് മറച്ചത്, ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ഭാര്യയുടെ മറച്ചുവെച്ച നഗ്നത വെളിപ്പെടുമ്പോൾ ഈ മനുഷ്യൻ അവളിലേക്ക് ലൈംഗികമായിട്ട് അവളിലേക്കും അവൾ ഇങ്ങോട്ടും ആകർഷിക്കപ്പെടണം. അപ്പം മരണം വരെ ഭർത്താവിന് ഭാര്യയോട് ലൈംഗികമായ ശാരീരിക താല്പര്യം നിലനിൽക്കണമെങ്കിൽ മറ്റുള്ള സമയത്ത് അത് മറച്ചു വയ്ക്കപ്പെടണം. അല്ലാണ്ട് 24/7 ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന കുറേ കഴിയുമ്പോൾ അത് നമ്മൾ പറയില്ലേ, ചെകിടിച്ചു പോവുക. ഇപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ പായസം കുടിച്ച് കുറേ കഴിയുമ്പോൾ ഇനി പായസം വേണ്ട, കുറച്ച് കപ്പയും കാന്താരി മുളകും കിട്ടി ഞാൻ കഴിച്ചോളാം, എരിവ്. അപ്പോൾ ഈ മധുരം കഴിച്ച് ചെകിടിപ്പ് വരും. ഇത് തന്നെയാണ് ലൈംഗികതയുടെ കാര്യത്തിലും. ഈ നഗ്നത കണ്ട് ചെകിടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനോടൊരു താല്പര്യവും ഇല്ലാത്തൊരവസ്ഥ വരും. ഇത് വരാതിരിക്കാൻ സർവജ്ഞാനിയായ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ, അനന്തജ്ഞാനത്തിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും നഗ്നത അവരുടെ സാധാരണ സമയങ്ങളിൽ മറച്ചു. ലൈംഗികതയുടെ സമയത്ത് താൻ ആവൃതമാക്കപ്പെടണം. അപ്പോഴാണ് ഈ മനുഷ്യന് മരണം വരെ തൻ്റെ ഭാര്യയോടാണ് ലൈംഗിക താല്പര്യം ഉണ്ടാവേണ്ടത്, മറ്റു സ്ത്രീകളോടല്ല. ഈ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനോടും. ഇതിനു വേണ്ടിയാണ് ദൈവം ഈ മനുഷ്യനെ തുണി ഉടുപ്പിച്ചത്. അപ്പം ഈ ദൈവം ഉടുപ്പിച്ച തുണി ഉരിയുമ്പോൾ നമ്മൾ ആരുടെ പക്ഷമാണ് ചേരുന്നത്? സാത്താൻ്റെ പക്ഷം. ഈ നഗ്നത അവർക്ക് വെളിവാക്കി കൊടുത്തത് ആരാണ്?
തിന്മ സാത്താനാണ്, സർപ്പമാണ്. പ്രതീസയിൽ പറഞ്ഞ സർപ്പം. അപ്പൊ അത് ആ പഴം തിന്ന ദൈവത്തിന്റെ ആ കൽപ്പന, അല്ലെങ്കിൽ ആ തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്. അത് ഭക്ഷിച്ചതോടുകൂടിയാണ് അവർക്ക് അറിവ് കിട്ടിയത്, നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് നഗ്നത വെളിപ്പെടുത്തപ്പെട്ടു. അപ്പൊ ഈ നഗ്നത വെളിപ്പെടുത്തപ്പെടുക എന്നുള്ളത് സാത്താന്റെ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം അവൻ വിജയിച്ചു. അതിനെ തടയാൻ ദൈവം ഉടുപ്പിച്ച വസ്ത്രം നമ്മളിന്ന് ഉരിയുമ്പോൾ നമ്മൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് അത് ഓർത്താൽ മതി. തിന്മയുടെ പക്ഷത്തേക്ക് നമ്മൾ പോകും. അപ്പോൾ പോണോഗ്രാഫി അല്ലെങ്കിൽ ഈ അശ്ലീലത, ഇതിൻ്റെ പ്രകാശനം ആത്യന്തികമായിട്ട് പറഞ്ഞാൽ ഈ ദൈവത്തോടുള്ളൊരു മല്ലെടുപ്പാണ്. നമ്മൾ ഈ മറ്റൊരു വ്യക്തിയുടെ നഗ്നത കാണുമ്പോൾ അതിലേക്ക് നമ്മൾ പിന്നീട് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒത്തിരിയേറെ യുവജനങ്ങൾ ഇതിലൂടെ തകർന്നിരിക്കുകയാണ്. പോണോഗ്രാഫിനെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഡീറ്റെയിൽഡ് വായിച്ചപ്പോൾ ഇറ്റ് ഈസ് എ കില്ലിങ്, എന്താ പറയണ്ടേ, ഒരു പുരുഷനെ കാസ്ട്രേറ്റ് ചെയ്യാണ്. ഡിജിറ്റൽ കാസ്ട്രേറ്റിംഗ് മെഷീൻ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൊണ്ട് ഇത് കാണുന്ന വ്യക്തിയെ അവൻ്റെ ലൈംഗിക ശേഷി, അവൻ്റെ പൊട്ടൻഷ്യൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഡിജിറ്റൽ കാസ്ട്രേഷൻ. താൽക്കാലികമായിട്ടൊരു ഉണർവ് കിട്ടും, പക്ഷെ ആത്യന്തികമായിട്ട് കാസ്ട്രേഷൻ അഥവാ അവൻ്റെ ലൈംഗിക ശേഷി തന്നെ നഷ്ടപ്പെട്ടു പോകാൻ വരെ സാധ്യതയുണ്ട് പോണോഗ്രാഫിയിലൂടെ. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ പെൺകുട്ടികളും പൊതുവെ കല്യാണം കഴിക്കാനായിട്ടൊക്കെ വളരെ താല്പര്യം കുറവാണല്ലോ. ഈ ഒരു ഗാമാഫോബിയ എന്നൊക്കെ പറയുമല്ലോ. അപ്പം എന്തുകൊണ്ടായിരിക്കും അവരും ഞങ്ങൾക്ക് കല്യാണം വേണ്ട, ഒരുപക്ഷെ അവരുടെ അമ്മമാരുടെ ജീവിതം കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരറിയുന്ന ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസ്, വിവാഹ ജീവിതത്തിലെ ബാഡ് എക്സ്പീരിയൻസ് കണ്ടുകൊണ്ടായിരിക്കാം ഡിവോഴ്സിന്റെ റേറ്റുകളൊക്കെ ഒത്തിരി കൂടുന്ന കാലഘട്ടമാണല്ലോ ഇത്. അപ്പം ഈ പെൺകുട്ടികൾ കല്യാണം വേണ്ട, അല്ലെങ്കിൽ സ്വന്തം കാലിൽ എത്തിയിട്ട് മതി എന്നൊക്കെയുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഡോക്ടറിന്റെ അഭിപ്രായം എന്താണ്? ഇത് എനിക്ക് തോന്നുന്നൊരു കാര്യം, പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം നീട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏത് രൂപതയിലെ ഒരു ബിഷപ്പ് പറഞ്ഞത്, വിവാഹം കഴിക്കാത്ത യുവാക്കളുടെ ഒരു സംഗമം നടത്തി. 920 യുവാക്കൾ, പുരുഷന്മാരും 20 പെൺകുട്ടികളുമാണ് അവിടെ വന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസിൽ വായിച്ചതാണ്. അതായത് ഒരു വഴിക്ക് ആൺകുട്ടികൾ, പുരുഷന്മാർ വിവാഹം കഴിക്കാൻ സ്ത്രീകളെ കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. ആരെങ്കിലും ഒന്നും വന്നാൽ മതി, പ്രത്യേകിച്ച് നിബന്ധനകളോ ഒന്നുമില്ല, കണ്ടീഷൻസ് ഒന്നുമില്ല, അതുപോലും കിട്ടുന്നില്ല. പക്ഷെ ഈ ഒരു സംഗതി ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലത്തിൻ്റെ മാറ്റമാണ്. ഇതൊരു അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഇത് വരാൻ പോണത്. ഒരുപക്ഷെ അവർ ഈ പറഞ്ഞ പോലെ അമ്മമാരുടെ കഷ്ടപ്പാട്, ഈ കുട്ടികളെ വളർത്താനുള്ള ബുദ്ധിമുട്ടും, വീട്ടിൽ അവരനുഭവിച്ച ഇല്ലായ്മകൾ, കുറവുകൾ, അതൊക്കെ കാണുമ്പോൾ തോന്നും വേണ്ട, ഞങ്ങൾക്ക് കൊച്ചുങ്ങൾ വേണ്ട, അല്ലെങ്കിൽ കല്യാണമേ വേണ്ട എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഏറി വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ജോലി കിട്ടി അത്യാവശ്യം കാശ് കൈ വന്നാൽ കുറച്ച് കാലം അടിച്ചു പൊളിക്കാം. അതായത് ഒരു ഹെഡോണിസ്റ്റിക് കാഴ്ചപ്പാട്, സുഖാസ്വാദനം, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം പണം കിട്ടാൻ തുടങ്ങി, ഫ്രീഡം ഉണ്ട്. പണ്ടത്തെ പോലെയല്ല, ഗവൺമെൻറ്റും ഒത്തിരി ഫ്രീഡം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പണ്ടാണെങ്കിൽ പ്രായപൂർത്തിയായ വിവാഹം കഴിക്കാത്ത 2 പേർക്ക് ഒരു ഹോട്ടലിൽ ഇപ്പോൾ റൂം എടുക്കാൻ പറ്റില്ല. ഇന്ന് പറ്റും. നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ മാറ്റി പൊളിച്ചെഴുതി, ഗവൺമെൻറ്റും അതിന് അപ്രൂവലായി, ലോകം തന്നെ അതിന് അപ്രൂവൽ കൊടുത്തു. അപ്പം അങ്ങനെ വന്നതോടുകൂടി ആ ഫ്രീഡത്തെ ദുരുപയോഗിക്കുകയാണ്. ഇവരറിയുന്നില്ല ഇതിൻ്റെ ബാക്കി ഭാവിയിൽ വരാൻ പോകുന്ന ദുരന്തങ്ങൾ. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചിയിൽ ഈ കഴിഞ്ഞ 2-3 ആഴ്ചക്കുള്ളിൽ നടന്ന മരണങ്ങളും കൊലപാതകങ്ങളും ലിവിങ് ടുഗദറായി. നമ്മൾ പറയുമ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ധാർമ്മിക പ്രശ്നം ഒറ്റ നോട്ടത്തിൽ വളരെ കറക്റ്റാണ്. ലിവിങ് ടുഗദർ, എന്താ കുഴപ്പം? ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, ഞങ്ങളങ്ങ് ജീവിക്കുന്നു, ഞങ്ങൾക്ക് കൊച്ചുങ്ങൾ വേണ്ട, ഞങ്ങൾ ജീവിക്കും. പക്ഷേ ഈ മനുഷ്യൻ്റെ ബേസിക് അടിസ്ഥാനപരമായ ഒരു സംഗതി, പുരുഷന്മാർ ചെറിയൊരു ശതമാനമെങ്കിലും ഒരു പങ്കാളിയിൽ മാത്രം അടിയുറച്ച് നിൽക്കുന്നവരല്ല എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഒരു പങ്കാളി, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ സാധനം പുതുമ തേടി പോകും. ഈ പുതുമ തേടി ഡോപ്പമിൻ എന്ന ഈ തലച്ചോറിലെ സെക്സിനെ, ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്ലഷർ ഹോർമോൺ ഉണ്ട്. ഈ പ്ലഷർ ഹോർമോൺ ഒരു വ്യക്തിയെ മടുത്ത് കഴിയുമ്പോൾ അടുത്ത വ്യക്തിയിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും ഈ ലിവിങ് ടുഗദർ പാർട്ട്ണർഷിപ്പിലെ സ്ത്രീ പങ്കാളി അവിടെ ബലിയാടാവും. ഇതൊരിക്കലും ഇവർക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ ദൂഷ്യവശം. അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നത്, നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഈ ലിവിങ് ടുഗദറിലൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെ വെച്ചിട്ട് വേണം ഇത് ശരിയാണോ അല്ലയോ എന്ന്. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നിയമങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇപ്പോൾ റോഡ് അപകടം വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് 6 വരി പാതയിൽ 2 വീലറുകളും 3 വീലറും കയറി അപകടം കൂടുന്നു എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ മൈസൂർ 6 വരി പാതയെ അവരെ നിരോധിച്ചു. എങ്ങനെയാണ്? അപകടങ്ങളുടെ പെരുമഴയായിരുന്നു. അവരെ നിരോധിച്ചപ്പോൾ
അപകടം കുറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള അവിശ്വസ്തതകൾ, മരണങ്ങൾ, പങ്കാളികളുടെ വേർപിരിയലുകൾ, പ്രശ്നങ്ങൾ, അവിചാരിതമായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അവരെ അബോർട്ട് ചെയ്യാൻ പോകുന്നു, ഇതെല്ലാം കൂടെ വന്ന് കുറേ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർക്ക് പോലും, നിയമനിർമ്മാതാക്കൾക്ക് പോലും ഈ ഒരു ബോധം ഒരുപക്ഷെ വരിക. അതായത് ഇത് ശരിയല്ല. അപ്പൊ അതുവരെ നഷ്ടപ്പെടുന്നത് ആർക്കാ? നമ്മുടെ യുവജനങ്ങൾക്ക്, നമ്മുടെ യുവതയ്ക്ക് അവരുടെ ജീവിതം ഒരു ബലി കൊടുക്കേണ്ടി വരിക. പക്ഷെ ഡോക്ടർ, നമ്മള് പെട്ടെന്ന് ഒരാളെ കണ്ടു വിവാഹം ചെയ്ത് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നേക്കാളും ഈ ലിവിങ് ടുഗദർ ആണെങ്കിൽ കുറച്ചു കാലം നമ്മൾ അവരോട് ഒരുമിച്ച് ജീവിക്കുന്നു, അവരെ പറ്റി മനസ്സിലാക്കുന്നു, അതല്ലേ ഒന്നും കൂടെ നല്ലത്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാളെ കല്യാണം കഴിച്ചു പോകുന്നതിനേക്കാളും ഈ ലിവിങ് ടുഗദർ വേണമെന്നില്ലല്ലോ. പരിചയപ്പെട്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ലിവിങ് ടുഗദറിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരാൾ ആവശ്യം ജസ്റ്റ് മുൻകൂട്ടി ഇപ്പോഴുള്ള മിക്കവാറും വിവാഹങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ട് വീട്ടുകാർ ഉറപ്പിക്കും, വീട്ടുകാരും കൂടെ അറിയുന്നു, അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന യുവാവും യുവതിയും കുറച്ചു കാലം ഓഫീസിലോ സ്ഥാപനങ്ങളിലോ പഠിക്കുന്നിടത്തോ പരിചയമുണ്ട്. ആ പരിചയത്തിലൂടെ വ്യക്തിയുടെ സ്വഭാവത്തെ നമ്മുടെ സ്വഭാവവുമായിട്ട് ചേർന്ന് പോകുന്നതാണോ? ഇനി ഒരു പക്ഷേ കുറച്ചും കൂടി അങ്ങോട്ട് കിടന്നിട്ട് നമ്മുടെ കുടുംബവുമായിട്ടും നമ്മുടെ സംസ്കാരവും നമ്മുടെ മതപരമായ കാര്യങ്ങൾ ചേർച്ചയുണ്ടോ? അങ്ങനെ ചേർച്ചയുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ ജീവിക്കുന്നത് തെറ്റൊന്നുമില്ല. അങ്ങനെയാണ്, തീർച്ചയായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരിചയമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് യോജിപ്പിക്കുമ്പോൾ പണ്ട് കാലത്ത് അത് കുഴപ്പമില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. മുൻകാലങ്ങളിലെ വിവാഹങ്ങൾ മുഴുവൻ അങ്ങനെയായിരുന്നു. കാരണം അറേഞ്ച്ഡ് മാര്യേജ്, മാതാപിതാക്കന്മാര് കുടുംബക്കാരെല്ലാം കൂടെ കൂടി രണ്ട് ബന്ധം കൊണ്ടുവരുന്നു. എവിടെയോ കിടക്കുന്ന ഒരു ചെറുക്കനും എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയും രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഒരു ദിവസം അങ്ങോട്ട് അവർ പിന്നെ ഒന്ന് പരിചയപ്പെട്ട് വരാനും ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വരാനൊക്കെ എത്രയോ നാളുകൾ പിടിക്കും. ചിലപ്പോൾ പിന്നീടായിരിക്കും വരിക രണ്ടുപേരുടെയും ആശയങ്ങൾ തീവ്രമായ വിയോജിപ്പ്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. പിന്നീട് ജസ്റ്റ് രണ്ട് ശരീരങ്ങൾ പോലെ ജീവിച്ച്, നമ്മൾ പറയില്ലേ ജീവക്ഷമങ്ങൾ, അങ്ങനെയൊക്കെ ജീവിച്ച് കുഞ്ഞു മക്കൾക്ക് ജന്മം കൊടുത്തു. ആ മക്കളും ഒത്തിരി സഹിക്കുന്നു. അവസാനം ഇവർ രണ്ടുപേരും എങ്ങനെയോ മരിച്ചത്. അതല്ല വിവാഹം എന്ന് പറയുമ്പോൾ. ശരിക്കും തീർച്ചയായിട്ടും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും അക്കമഴിഞ്ഞുള്ള സ്നേഹവും ബന്ധവും ഉണ്ട്. അതില്ലാത്ത വിവാഹം വിവാഹമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിന് നമ്മൾ മുതിരുമ്പോൾ രണ്ടുപേരും ബലിയാടാണ്. നമ്മൾ ഗിനിപ്പന്നികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ബലിയാട് പിന്നീട് അവർക്കൊരു ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം ഒരിടത്ത് അടിച്ചു പിരിഞ്ഞ് തകർന്നത് പിന്നീട് ഒരിക്കലും നന്നായിക്കൊള്ളണമെന്ന് വേറൊരാളെ കിട്ടിയാൽ നന്നാവണമെന്ന് നിർബന്ധമില്ല. കാരണം പലപ്പോഴും 3-4 തവണ ലിവിങ് ടുഗദർ ചെയ്തിട്ട് അവസാനം ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂർ അങ്ങനെ നടന്ന ഒരു സംഭവം വായിച്ചു, പത്രത്തിൽ വായിച്ചു. സംഭവിക്കാം. ഇതിനൊക്കെ നല്ലത് നമ്മൾ പരിചയപ്പെടുക, കാരണവന്മാരും കൂടെ കൂടിച്ചേർന്ന് രണ്ട് കുടുംബങ്ങൾ കൂടിച്ചേർന്ന് ആ യോജിപ്പ്. കാരണം വിവാഹം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളുടെയും കൂടെ സംയോജനമാണ്, രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സംയോജനമാണ്. അപ്പൊ അങ്ങനെയാണ്. അല്ലാണ്ട് എല്ലാം ഒരേപോലെ എല്ലാം 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളും രണ്ട് വ്യക്തികളിൽ നിന്ന് വരുന്ന കുഞ്ഞ് ആ പുതിയൊരു ജീവി, ഒരു പുതിയ ഒരു യുണീക്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വലാണ് പുറത്തു വരുന്നത്. ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നതിന് ശരിക്കും ഒരു പ്രായപരിധിയില്ല. പക്ഷെ അതേസമയം പെൺകുട്ടികളുടെ വിവാഹ പ്രായത്തിന് ഒരു പ്രായപരിധി ഉണ്ടോ? അവരെ കുറച്ച് നേരത്തെ വിവാഹം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചു കാലം അത് വൈകിപ്പിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഇത് വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. കാരണം നമ്മുടെ ഗവൺമെന്റുകൾ വെച്ചിരിക്കുന്ന വിവാഹപ്രായം അറിയാമല്ലോ. പുരുഷന് ഇന്ത്യയിൽ 21, സ്ത്രീകൾക്ക് 18 വയസ്സ്. അത് ശാരീരിക പക്വതയും അതിനോടനുബന്ധിച്ച് വൈകാരിക ഇമോഷണൽ അല്ലെങ്കിൽ മാനസിക പക്വത അതും കൂടെ വരും എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ശാസ്ത്രീയമായ ഒരു കാര്യത്തിനകത്ത് കിടപ്പുണ്ട്. ഞാൻ പഠിച്ച വൈദ്യശാസ്ത്രം വെച്ച് ഒരു പെൺകുട്ടി അമ്മയാകാൻ ഏറ്റവും നല്ല സമയം ആ ഒരു 21-നും ആ 25-നും ഏറ്റവും നല്ല അണ്ഡം, നല്ല എന്താ പറയണ്ടേ എന്ന് വെച്ച് പ്രായം ചെന്ന ഒരാൾ കുറച്ച് പ്രായമായിട്ട് അണ്ഡം വന്നാൽ മോശമാണെന്നല്ല. പക്ഷെ പൊതുവെ കാരണം ആദ്യത്തെ പ്രഗ്നൻസി എത്ര നമ്മൾ താമസിപ്പിക്കുന്നു പിന്നീട് ഗർഭിണിയാവാനുള്ള സാധ്യത കുറയും. ആദ്യത്തെ പ്രഗ്നൻസി 30-കളിലും 40-കളിലും ആണെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമാന്യം വരെ വരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണ്. ഡൗൺ സിൻഡ്രോമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത. പക്ഷേ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം ഈ കുഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ വരികയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കുഞ്ഞാണ് നമ്മളെ പക്വതയിലേക്ക് നയിക്കുന്നത്. ഒരു സ്ത്രീയെ പ്രസവിക്കാൻ പഠിപ്പിക്കുന്നത് ആരാ? ആ കുഞ്ഞ് ഗർഭത്തിലുണ്ടെങ്കിലല്ലേ അമ്മയ്ക്ക് പ്രസവിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ ആ കുഞ്ഞ് അവിടെ ഇല്ലെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ ഗർഭാരിഷ്ടതകളോ പ്രസവത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയുന്നില്ല. കുഞ്ഞ് പുറത്തു വന്ന് കഴിയുമ്പോഴാണ് ഒരു കുഞ്ഞിനെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് അവരറിയുക. കുഞ്ഞാണ് അമ്മനെ എങ്ങനെയാണ് മുലപ്പാൽ കുടിക്കേണ്ടത് അത് പഠിപ്പിക്കും. കാരണം കൊച്ചിന് ആ പൊസിഷൻ ഒന്നും ഒരേ കൊച്ചു കരയും. പാല് കുടിക്കുമ്പോൾ ആ പൊസിഷൻ കറക്റ്റായിട്ട് കൊച്ചിന് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലല്ല കൊച്ചിനെ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ കൊച്ചു അസ്വസ്ഥത പ്രകടിപ്പിക്കും. അപ്പം നമ്മുടെ അമ്മ പൊസിഷനൊക്കെ ഒന്ന് മാറി ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് നോക്കിയാൽ ഈ പൊസിഷൻ കൊച്ചിന് ഓക്കെയാണ്. അപ്പോൾ അമ്മ പഠിക്കുന്നു കൊച്ചിലൂടെ.
കൊച്ചിൻ്റെ വിശപ്പ് എപ്പോഴാണ്, കൊച്ചി എന്തിനാ കരയുന്നത്, ഇതൊക്കെ കുഞ്ഞാണ് അമ്മയെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കുഞ്ഞ് നേരത്തും കാലത്തും വരുന്നത് നല്ലതാണ്. മാത്രമല്ല നമ്മൾ പൊതുവെ പറയും കുഞ്ഞുങ്ങൾ തമ്മിൽ ഗ്യാപ്പ് ഒത്തിരി നല്ലതാണ്. അത് ഓരോ സാഹചര്യങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ പൊതുവെ ഇപ്പോഴും പറയുന്നത് ഒത്തിരി ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. അടുപ്പിച്ചടുപ്പിച്ച് കുഞ്ഞുങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾ തമ്മിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് ശാരീരികമായി സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? ഇത് നമ്മൾ ആധുനിക കാലത്ത് വൈദ്യശാസ്ത്രം ഇങ്ങനെ കുറെ അതും ഇതൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് ശാസ്ത്രീയമായി അടിത്തറയുണ്ടോ അതോ ആർക്കെങ്കിലും തലയിൽ ഉദിക്കുന്ന ബുദ്ധിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയാണോ ജനിച്ചത്? പക്ഷെ അന്നേരം പറയും പണ്ട് കാലങ്ങളിൽ മാതൃമരണ നിരക്ക് കൂടുതലായിരുന്നു, ശിശുമരണ നിരക്ക് കൂടുതലായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അതിൽ ശരിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ച് ഈ പറഞ്ഞ ഏറ്റവും തീരെ ഒരു 18 വയസ്സിന് മുമ്പാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ പ്രശ്നമാണ്. തീർച്ചയായിട്ടും മാതൃമരണ നിരക്കുണ്ട്, ശിശുമരണ നിരക്കുമുണ്ട്. 18-ന് ശേഷം ഒരു 20, 22, 21 ആ പ്രായമാണ് ഏറ്റവും ഐഡിയലായ സമയം ഒരു ആദ്യത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ. തുടർന്ന് അങ്ങോട്ട് കുഞ്ഞുങ്ങളുടെ ജന്മം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ലോകത്തിന് ആവശ്യമാണ്. നമ്മളിന്ന് കണ്ടുവരുത്തില്ലേ ഈ വിദേശ രാജ്യങ്ങൾ, യൂറോപ്പും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ദുരന്തം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഡെമോഗ്രാഫിക് ഡിക്ലൈൻ അവിടെ വന്നു, ഒരു ഡെമോഗ്രാഫിക് വാക്വം, ഒരു ശൂന്യത. ആ ശൂന്യതയിലേക്കാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യുവജനങ്ങൾ ഇടിച്ചു കയറുക അങ്ങോട്ട്. അപ്പോൾ നമുക്കിവിടെ ആൾക്കാർ അല്പസ്വല്പം ഇവിടെ ഉള്ളത് കൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നു. നാളെ ഇതേ ദുരന്തം നമ്മൾ വരുത്തി വെച്ചാൽ നമുക്ക് എവിടുന്ന് കിട്ടും യുവജനങ്ങളെ? ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായി എന്ന് കരുതുന്നു. എന്നാൽ ഇതിവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതിന് തുടർച്ചയ്ക്കായി നിങ്ങൾ ഏവരും കാത്തിരിക്കുക. ഗോഡ് ബ്ലെസ് യു.